ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാളെ നിങ്ങളൊരു പോലീസ് ഓഫീസറായി കഴിയുമ്പോൾ കഴിയുന്നത്ര സത്യസന്ധതയുള്ളവരായിരിക്കണം. ഒരു കള്ളൻ 100% സത്യസന്ധനായിരിക്കും. കാൽമുട്ടിന് താഴെ ലത്തി കറക്കി എറിഞ്ഞാൽ ഓടുന്ന പ്രതി കമന്നടിച്ച് വീണിരിക്കും. ഇതുപോലെ കാലിന് താഴെ ലാത്തി കറക്കി പോലീസിന്റെ ഒരു ഏറുണ്ട്. അതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞും വേണം ഓടാൻ, ഒരിക്കലും നേരെ ഓടരുത്. അവസാനമായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചും തൊണ്ടി മുതൽ പിടികൂടണം. തൊണ്ടി മുതൽ പോയാലും ജീവൻ രക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ വല്ല മോട്ടിച്ചാലും ജീവിക്കാമല്ലോ. ഏറ്റവും കുഴപ്പക്കാരനായ കള്ളനെ വേണം ആദ്യം പൊക്കാൻ. അതെ, ഏറ്റവും കുഴപ്പക്കാരനായ പോലീസുകാരന് വേണം നമ്മൾ ആദ്യം ഒതുക്കാൻ. ഡ്യൂട്ടി സമയത്ത് കള്ളന്മാരുടെ മുഖം എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഡ്യൂട്ടി സമയത്ത് പോലീസുകാരുടെ മുഖം ഓർക്കേ ചെയ്യരുത്, കോൺസെൻട്രേഷൻ പോകും. പൂട്ട് എങ്ങനെ തുറന്നിരിക്കുന്നു നോക്കി നമുക്ക് മോഷ്ടാക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ചിലര് താക്കോല് കിട്ടിയാലും പൂട്ട് ചുറ്റി കൊണ്ട് തല്ലി പൊളിച്ച് അകത്ത് കയറും. കീരിവാസു അങ്ങനെയല്ലേ? പിന്നെ ജനൽക്കമ്പി വളയ്ക്കാൻ ചിലർക്ക് ചില രീതികളുണ്ട്. പലർക്കും പല രീതികളുണ്ട്. എന്നാലും ഒരു മിനിറ്റ് സാറേ, ഈ കമ്പിപ്പാര എടുത്തിട്ട് ജനലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ, ഏത് കമ്പിയും പുല്ലുപോലെ വളയും. അത് തനിക്കെങ്ങനെ അറിയാം? കുറച്ച് ദിവസമായി തന്നെ ഞാൻ ശ്രദ്ധിക്കുക. എന്താ പ്രശ്നം സാർ? അത് പിന്നെ ഒരല്പം സീരിയസ് ആണല്ലേ സാർ? ട്രെയിനിങ് ഐജിയോടല്ല, ഒരു ജ്യേഷ്ഠനോട് എന്ന പോലെ പറഞ്ഞു. എന്താ പ്രശ്നം? മറച്ചു വെക്കാൻ നോക്കണ്ട. പറയാം സാർ. തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുക എന്നതാണ് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ഇപ്പൊ ചെയ്യേണ്ടത്. പക്ഷേ തന്നെ ഒരു പോലീസ് ഓഫീസറാക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. സാർ, അന്നത്തെ ഒരു സാഹചര്യത്തില് സിറ്റിയിൽ വന്ന് പെട്ടപ്പോ ഞാൻ അറിയാതെ ആ ഒരു പശ്ചാത്തലമാണ് എന്നെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത്. കാട്ടാനകളെ തളയ്ക്കാൻ താപ്പാന തന്നെ വേണമടോ. 1945 സ്കോട്ട്ലൻഡ് യാർഡിൽ 2 കുപ്രസിദ്ധ കുറ്റവാളികളെ ഓഫീസേഴ്സായിട്ട് നിയമിച്ചു. അന്നത്തെ അവിടുത്തെ പോലീസ് ചീഫ്, പാർലമെന്റിന്റെ അനുവാദത്തോടെ. എന്നിട്ടെന്തായി? ഒരൊറ്റ മാസം കൊണ്ട് ലണ്ടനിലുള്ള സകല കുറ്റവാളികളെയും മോഷ്ടാക്കളെയും അവർ ജയിലിലാക്കി. കുഴപ്പങ്ങളുടെയും കുറ്റങ്ങളുടെയും തുടക്കം അറിയുന്നവന് അതിന്റെ വേരറക്കാൻ വളരെ എളുപ്പമാണ്. നാട്ടിൽ വെച്ച് നിന്റെ 10 ലക്ഷം രൂപ ദത്തന്റെ ഗുണ്ട തട്ടിയെടുത്തതും സേതുരാമൻ എന്ന വലിയേട്ടനെ നീ കാണാൻ ചെന്നതും അവന്റെ സംഘത്തിൽ പെട്ടതുമൊക്കെ നിന്നെ നല്ലൊരു പോലീസ് ഓഫീസറാക്കാൻ വേണ്ടി വിധി കളിച്ച കളിയാണെന്ന് കരുതിയാൽ മതി. അതുമല്ല, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ളൊരവസരമായും ഇതിനെ എടുക്കാം. പോലീസ് എന്നും ജനങ്ങളുടെ കാവൽക്കാരനാണ്. പക്ഷേ ഇപ്പോഴത്തെ കാവൽക്കാരിൽ പലരും ഉറങ്ങുന്നവരും ഉറക്കം നടിക്കുന്നവരുമാണ്. എടോ, താൻ സാധാരണക്കാരന് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു കാവൽക്കാരനാവണം. തൊപ്പിയിലെ മുദ്ര കരിയറിലെ വിജയമുദ്രയാക്കി മാറ്റണം. നാട്ടിലെ സാധാരണക്കാരന്റെയും സമാധാനം ആഗ്രഹിക്കുന്നവന്റെയും ആശ്രയമാണ് ഒരു സബ് ഇൻസ്പെക്ടർ. താൻ വിചാരിച്ചാൽ ഒരു നാട് നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്റ്റേഷൻ അതിർത്തിയെങ്കിലും നന്നാക്കാമല്ലോ. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നേക്ക്.
മറക്കുകയാണ് സാർ, പഴയതൊക്കെ മറക്കുക. സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ വിധിയായിരിക്കാം എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അതുകൊണ്ടാണല്ലോ ദത്തന്റെ വീട്ടിൽ കയറാനും ആ രേഖകളൊക്കെ എടുക്കാനും എനിക്ക് തന്നെ പറ്റിയത്. രേഖകളോ? ഏത് രേഖകൾ? പറയാം സാർ, അതിനു മുമ്പ് എനിക്കതൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാനുണ്ട്. എന്നിട്ടൊക്കെ ഞാൻ സാറിന് കൈമാറാം. സാറിന്റെ നിർദ്ദേശം പോലെ ചെയ്യുകയും ചെയ്യാം. ഗുഡ് ഗുഡ്. സാർ ബൈ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ജയശങ്കർ. താങ്ക് യു സാർ. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കി ഉടനെ തന്നെ വന്നു പോസ്റ്റിംഗ് ഓർഡറും. താൻ ഭാഗ്യവാനാണ്. സാർ. ഈശ്വര. ഏത് സ്റ്റേഷനിലേക്കാണെന്നറിയാമോ? ഇല്ല സാർ. ഒരു സബ് ഇൻസ്പെക്ടർ തുടക്കം കുറിക്കാനും തിളങ്ങാനും ഇതിലും നല്ലൊരു സ്റ്റേഷൻ കേരളത്തിലില്ല. എവിടെയാണ് സാർ? തൃക്കര. എവിടെ? തൃക്കര. സാറേ, പുതിയ SI സാർ വന്നു. ഓ, മാല ഞാനിടും, ബൊക്കെ ഷാൻഡി ഇട്ടോണം. അല്ല ഞാൻ ഈശ്വരന്മാരെ, പുതിയ SI പഴയ SIമാരെ പോലെ സഹകരണമുള്ള ആളായിരിക്കണേ. അതെ, നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ, ഞാനൊന്ന് നോക്കിട്ട് വരാം. ഷാൻഡി എവിടെ? വാ, ദേ വരുന്നു. ഒന്ന് വേഗം കൊണ്ടുവാടോ. വാ വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അല്ല അത് ശരി, നീ കളിച്ച് കളിച്ച് ഇപ്പൊ പോലീസുകാരുടെ തോളൊക്കെ ഇരുന്നാണ് കളി. കട്ട മുതലിന്റെ വിഹിതം തരുന്നതൊക്കെ ശരി തന്നെ. അതിനുള്ള നന്ദി ഔദാര്യമൊക്കെ ഞങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതാ നോക്കേ, കാക്കിട്ടുള്ള ഈ കള്ളപ്പരിപാടി ഇവിടെ വേണ്ട കേട്ടാ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിർത്തടോ. എന്താണിത്? വായിച്ചു നോക്ക്. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ ആരാണ്? ജയശങ്കർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സല്യൂട്ട് ആൻഡ് ഫോളോ മീ. എന്റെ പണിയുടെ കാര്യം തീരുമാനമായി. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സാർ? ഓക്കേ. ജനങ്ങൾക്ക് ഇപ്പൊ പോലീസിനോട് പേടി കൊണ്ടുള്ള ബഹുമാന. അത് മാറണം. ബഹുമാനം കൊണ്ടുള്ള പേടിയാ വേണ്ടത്. ശബ്ദത്തിൽ മാത്രം ഒരു വ്യത്യാസം. പക്ഷെ കണ്ണും മൂക്കും ഒക്കെ അത് തന്നെ. അത് ചിലപ്പോ തോന്നിലായിരിക്കുന്നേ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെറുതായിരിക്കുമ്പോ എന്നെ പോലൊരു കൊച്ചിനെ വഴി കണ്ടെന്ന് പറഞ്ഞ് അച്ഛനുമായിട്ട് അമ്മ വഴക്കുണ്ടാക്കും. ഇവിടെ ഒരാളെ പോലെ 9 പേരുണ്ടാവും. എന്താടോ? അല്ല 9. താൻ 9? അയ്യ അല്ല, സാറിന്റെ അതേ രൂപത്തിലൊരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ഫോട്ടോ എവിടെ? ആ ഫോട്ടോ എടുത്ത് താനെന്താ തിന്നോ? ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇനി മുതൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കണം. ഓക്കെ. ഹലോ, സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സ്പീക്കിംഗ്. CI സാജൻ ജോസഫ് സ്പീക്കിംഗ്. എന്താ സാർ? എന്ത്? എന്താ അവിടെ? ഇല്ല സാർ, ഇവിടെ പറഞ്ഞാണ് സാർ. പുതിയ SI ചാർജ് എടുക്കാൻ CIയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്ന അറിയില്ലടോ? സാർ, അതോ ഇനി അയാൾ സൈബർ സെല്ലിൽ ഇരുന്ന ആളാണ്, ട്രാഫിക്കിൽ ഇരുന്ന ആളാണ്, സാവധാനം റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് തോന്നലുണ്ടോ? സൈബർ സെല്ലിൽ ഞാൻ പുലിയായിരുന്നോ? പുലി. അയ്യോ സാർ, ഞാൻ ചാർജ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ASIയും കൂട്ടരൊക്കെ സാറിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. സാറ് വന്ന ശേഷമാണ് ഈസ്റ്റ് സർക്കിളിലെ സ്റ്റേഷനൊക്കെ ക്ലീൻ ആയത്. ക്രിമിനലുകളൊക്കെ സാറിനെ കണ്ട കിട്ടുകിട്ടേ വിറയ്ക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സാർ. എന്നാ കുഴപ്പമില്ല, മുഴുവനും കേട്ടിട്ട് വന്നാൽ. വേണ്ട സാർ, ഞാൻ എന്താ വരുന്നു സാർ. സാർ, CAയുടെ റൂം ഏതാ? ഇതിലെ പോയിട്ട് മുകളിൽ നിന്നിൽ വലതുഭാഗത്ത്. എന്നാലും ഫോട്ടോ എവിടെ പോയി? ഫോട്ടോ ഞാൻ പറിച്ചു തിന്നോടോ? ഇല്ല സാർ.